അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൈനോറിറ്റി കാറ്റഗറിയിലത്തെ സ്കോളർഷിപ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോണേ. കുറേ പേരായി ചോദിക്കണു MCM സ്കോളർഷിപ്പ് എന്നാൽ ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ അത് അപ്ലൈ ചെയ്യാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് എനിക്ക് വന്നു. ആദ്യം തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന സ്കോളർഷിപ്സ് ഞാൻ പറഞ്ഞുതരാം. മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പും, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റിയും, പിന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഫോർ മൈനോറിറ്റി സ്കീം എന്നുള്ളത് ആണ് ഈ കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന സ്കോളർഷിപ്സ്. അപ്പോൾ ഇതിനെ പറ്റിയായിരിക്കും ഞാൻ ഉദ്ദേശിച്ച് പറയാൻ പോകുന്നത്. സൈറ്റിൽ ഈ മെറിറ്റ് കം മീൻസ് മൈനോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന സ്കോളർഷിപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ക്ലോസ്ഡ് ഓൺ 2022 എന്ന് പറഞ്ഞ ഡേറ്റാണ് അവിടെ കാണിക്കണേ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സൈറ്റിൽ അങ്ങനെയാണ് കാണിക്കണേ. 2022 അവർ ക്ലോസ് ചെയ്ത സ്കോളർഷിപ്പ് അന്നേ മെറിറ്റ് ലിസ്റ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ആ ഇയർ തൊട്ട് ഇത് ചിലപ്പോൾ നിർത്തലാക്കിയേക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ചെക്ക് ചെയ്യണമെങ്കിൽ NSP പോർട്ടലിൽ പോയിട്ട് ഓൾ സ്കീംസ് ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞിട്ട് അതിൽ മൈനോറിറ്റി കാറ്റഗറി ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 2022 ഇതിൻ്റെ ക്ലോസ്ഡ് ഡേറ്റ് കാണിക്കണേ. അപ്പോൾ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ലപോലെ മാർക്ക് ഉണ്ടായിട്ടും സ്കോളർഷിപ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കായി പ്രൈവറ്റ് സ്കോളർഷിപ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് NSPയുടെ സൈറ്റിലുള്ള വേറെ സ്കീംസിനെ പറ്റി അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇനി അഥവാ അവർ മൈനോറിറ്റി കാറ്റഗറി സ്കീംസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ചെയ്തതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. NSPയുടെ സൈറ്റിനെ കുറിച്ചും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടേ എന്നുള്ളതിനെ പറ്റിയൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ റിന്യൂ ചെയ്യണതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. താങ്ക് യു.